മച്ചാമാരെ നമ്മളിപ്പോൾ എത്തിയെന്നില്ലേ തൃശ്ശൂരിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് ഫെസ്റ്റിവലാണ് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ തൃശ്ശൂർ പൂരം. അങ്ങനെ ഞങ്ങൾ റൗണ്ടിന്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റൗണ്ടിന്റെ ചുറ്റും കറങ്ങിയ ശേഷം നേരെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ അവിടേക്ക് ഞങ്ങൾ പോവാണ്. പോണ വഴിയതേ ഓരോ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വിൽക്കാണ്ട്. എനിക്കതിൽ മറ്റേ ആമക്കുട്ടന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ഇള്ള കൊച്ചല്ല, അതൊക്കെ ഇനി വാങ്ങി കളിക്കാനായിട്ട്. ശക്തൻ തമ്മിൽ സ്റ്റാച്ചുവിന്റെ അടുത്ത് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് എനിക്കത് അറിയില്ലേന്നു. അപ്പൊ നിങ്ങൾക്കൊന്ന് അറിയി പറഞ്ഞെന്നുള്ളൂ. പിന്നെ കുടമാറ്റത്തിനുള്ള കുടകളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇറക്കണത് കണ്ട്. ഇത്ര ചൂടും വെയിലുണ്ടായാലും ആൾക്കാരെണ്ണത്തിനൊരു കുറവുണ്ടായിട്ടില്ല കേട്ടാ. പിന്നെ ഈ ചൂടത്ത് എല്ലാവരും വെള്ളം കുടിച്ചിരുന്നോളൂ. സ്റ്റേ ഹൈഡ്രേറ്റഡ്. കടവൂർ ശിവരാജാണ് പാർമേക്കാവിന്റെ തിരം പറ്റിയത്. അവന്റെ എൻട്രി എന്റെ പൊന്നെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാര്യം, ആദ്യമായിട്ടാണ് ഞാൻ തൃശ്ശൂർ പൂരം കാണാനായിട്ട് വന്നത്. എന്റെ പൊന്ന് ഇത്രയ്ക്ക് സൂപ്പറായിരുന്നു. ഞാൻ ടിവിയിലൊക്കെയാണ് കാണാറുള്ളത്. ഇനി എല്ലാ പ്രാവശ്യം വരണമെന്നാണ് എന്റെ ആഗ്രഹം. ഇത്ര അടിപൊളിയായിരുന്ന തൃശ്ശൂർ പൂരം ലൈവായിട്ടാണ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ടോട്ടലി ഡിഫറെന്റ്. തൃശ്ശൂർ പൂരം കാണാത്തവരെ ഒരു ആശയെങ്കിലും തൃശ്ശൂർ പൂരം കാണണം. എന്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച്. തിരുവമ്പാടി തിരം പറ്റിയത് തിരുവമ്പാടി ചന്ദ്രശേഖരനാട്ടാ. ഈ രണ്ട് സൈഡിലും 15 ആന വീതം നിരന്നിന്നപ്പോ അടിപൊളിയായിരുന്നു. വേറെ തന്നെ ഒരു വൈബായിരുന്നു. ഈ പ്രാവശ്യത്തെ പൂരാകെ 15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന്റെ ഇടയിൽ കുടമാറ്റം കാര്യങ്ങളൊക്കെ കണ്ടു. അതിനിട്ട് നേരെ പോയിട്ട് നല്ല മോരെള്ളം കുടിച്ചിവിടെ കൊടുക്കണ്ടായിരുന്നു കേട്ടാ. അപ്പൊ ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക്. ഓക്കെ എന്നാ ബൈ.